ഷീല മാം നമസ്കാരം. ഈ റിപ്പോർട്ടർ ചാനൽ എന്തൊരു വൃത്തികേടാണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്നാണ് മാം ആദ്യം തന്നെ ചോദിക്കാനുള്ളത്. ഒരു നിലവാരവുമില്ലാത്ത രീതിയിലേക്ക് മാധ്യമപ്രവർത്തനത്തെ ഇന്നലെ ഏതോ ഒരു ചാനലിൽ കണ്ട പോലെ ഒരു എത്തിക്സും ഇല്ലാത്ത രീതിയിലേക്ക് കൊണ്ടുപോകുന്നു സ്വന്തം നേട്ടത്തിന് വേണ്ടി എന്ന് പറയേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. ഏതൊരു രീതിയിലൂടെയാണ് മാധ്യമ മേഖല കടന്നു പോകുന്നത് ഷീല മാം? യഥാർത്ഥത്തിൽ റിപ്പോർട്ടർ ചാനൽ മാധ്യമ എത്തിക്സിന് വേണ്ടി തുടങ്ങിയ സ്ഥാപനം അല്ല. അത് നമുക്ക് സംശയലേശം പിന്നെ പറയാൻ കഴിയുന്ന കാര്യമല്ലേ. കാട്ടുകള്ളന്മാരായ 3 പേർ ചേർന്ന് നടത്തുന്ന ഒരു സ്ഥാപനം. സത്യം പറഞ്ഞാൽ വീരപ്പൻ ഉണ്ടായിരുന്നെങ്കിൽ വീരപ്പനും ഇപ്പൊ ഒളിവിൽ പോകാതെ ഒരുപക്ഷെ കാട്ടിൽ ഒളിച്ചു കഴിയേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല, നാട്ടിൽ വന്ന് ചാനൽ തുടങ്ങാൻ കഴിയുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോ ഈ റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ റിപ്പോർട്ടർ ചാനൽ അതിന്റെ തുടക്കകാലത്ത് അവിടെ ജോലി ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അന്ന് നമ്മളേവരും നമുക്കൊരു കൃത്യമായ ഇൻസ്ട്രക്ഷനോടുകൂടി മാധ്യമ പ്രവർത്തനത്തിന്റെ എത്തിക്സോടുകൂടി തന്നെയാണ് ആ സ്ഥാപനം പോയിരുന്നത്. അതിനുശേഷം നികേഷ് കുമാറിന് അത് നടത്തിക്കൊണ്ടു പോകാനുള്ള ബുദ്ധിമുട്ട് വന്ന കാലത്താണ് ഇവർ 1-2 രൂപ കൊടുത്തുകൊണ്ട് ഈ കാട്ടുകള്ളന്മാർ അതിലേക്ക് വന്നത്. അതിനുശേഷം ഈ കാട്ടുകള്ളന്മാർ അതിലേക്ക് വന്ന ശേഷമാണ് അവർ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലും ആരോപണ വിധേയരാകുന്നത്. അതിനു മുമ്പ് നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ആൾക്കാരായിരുന്നു ഈ പറയപ്പെടുന്ന ഇവരെല്ലാം. നമുക്കറിയാം, മാംഗോ ഫോൺ തട്ടിപ്പടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒരു പീഡന കേസ് അടക്കമുള്ള സാധനങ്ങളുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാധ്യമധർമ്മമോ എത്തിക്സിന് വേണ്ടിയോ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം നടത്തണമെന്ന ആഗ്രഹം കൊണ്ടോ അല്ല ഇവർ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് നേരത്തെ പറയാം, പല രാഷ്ട്രീയക്കാരും ചാനലുകൾ തുടങ്ങിയിട്ടുണ്ട്. രാഷ്ട്രീയക്കാർ അവരുടെ മുഖപത്രമായി അവരുടെ വാക്കുകൾ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അവരുടെ ആശയ പ്രചരണത്തിനാണ് ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മൾ പലപ്പോഴും പറയും, ഇവിടുത്തെ റിപ്പോർട്ടർ ചാനൽ പണ്ട് ജോലി ചെയ്തിരുന്ന ഒരു വനിത എല്ലായിടവും കരഞ്ഞു കൂപ്പിക്കൊണ്ട് പറഞ്ഞു നടന്ന സംഘപരിവാറാണ് അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, അതുകൊണ്ടാണ് പോകുന്നതെന്നാണ്. സംഘപരിവാറാണ് എന്ന് പറയുന്നത് എവിടെയാണ്? മുട്ടിൽ സഹോദരന്മാർ ഈ ചാനൽ ഏറ്റെടുത്തതിന് ശേഷം. എന്നാൽ അതിനു മുമ്പും ഏതാണ്ട് 5-6 വർഷം ഈ മഹതി അവിടെ ജോലി ചെയ്തിരുന്ന കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ആളാണ് ഈ മുട്ടിൽ സഹോദരന്മാർ. അപ്പോ ഈ മാധ്യമ ധാർമ്മികത എന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തകർ തന്നെ അവനവൻ പുലർത്തേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മാധ്യമ പ്രവർത്തകരായി വരുമ്പോ നമുക്ക് ഒരു എത്തിക്സ് ഉണ്ടാവണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ചോദിക്കട്ടെ, ആ മാധ്യമ സ്ഥാപനം തുടങ്ങുമ്പോൾ ആ മാധ്യമ സ്ഥാപനത്തിലൊക്കെ കേരളത്തിൽ നിന്ന് എത്ര മാധ്യമ പ്രവർത്തകരാണ് പോയത്? എനിക്ക് ഏറ്റവും സങ്കടം, അവിടെ പോയതും ഞാൻ ഏറ്റവും കൂടുതൽ വിലമതിച്ചിരുന്ന, ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടിരുന്ന 2 പേർ ടി വി പ്രസാദും അതുപോലെ തന്നെ നമുക്കറിയുന്ന ഉണ്ണി ബാലകൃഷ്ണനുമാണ്. ഉണ്ണി ബാലകൃഷ്ണൻ, ടി വി പ്രസാദും ആ ചാനലിലേക്ക് പോകുമ്പോൾ സത്യത്തിൽ ഞാൻ വല്ലാതെ ആശങ്കപ്പെട്ടിരുന്നു. അന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വിട്ടിരുന്നു. ഉണ്ണി ബാലകൃഷ്ണൻ, ടി വി പ്രസാദും ഒക്കെ ആ ചാനലിലേക്ക് പോയപ്പോൾ ടി വി പ്രസാദിനെ സംബന്ധിച്ച് ആ ചാനലിലേക്ക് പോകേണ്ട ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല. അതാണ് ഷീല മാം, ഈ ടി വി പ്രസാദിനെ പറ്റി പറയുന്ന സമയത്ത് അന്വേഷണാത്മക റിപ്പോർട്ടിങ്ങിൽ ഒരുപാട്, അതായത് ഏറ്റവും നല്ല പേര് കേട്ട ഒരു ജേർണലിസ്റ്റ്, അതുപോലെ ഒരു ആളുകളുടെ നീതിക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഒരുപാട് രാഷ്ട്രീയക്കാരുടെയൊക്കെ എതിരാളിയായി മാറി പല ഒറ്റപ്പെടലുകൾക്കും ഒക്കെ പാത്രമായിട്ടുള്ള ഒരു നല്ല ജേർണലിസ്റ്റാണ് ടി വി പ്രസാദ്. ആ ടി വി പ്രസാദിനെ തന്നെ ഇവർ ഇതിന് ഉപയോഗിച്ചു എന്ന് പറയുന്നത് എത്രമാത്രം കഷ്ടമാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ടി വി പ്രസാദ് ഏഷ്യാനെറ്റ് ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. ഏഷ്യാനെറ്റ് ജോലി ചെയ്തുകൊണ്ടിരുന്ന ടി വി പ്രസാദിന്റെ കൺമുമ്പിലൂടെ കണ്ടതല്ലേ ഇവരെ ജയിലിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നത്? ഞാൻ ചോദിക്കട്ടെ, ചിലരൊക്കെ ഇപ്പൊ പറയുന്നുണ്ട് സുജയ പാർവതിയും ടി വി പ്രസാദും ഒക്കെ അവിടെ നിന്ന് ഇറങ്ങി രക്ഷപ്പെടണം, അവരൊക്കെ ധാർമ്മികതയുള്ളവരാണെന്ന്. ഇത് എന്റെ കൺമുമ്പിൽ ഞാൻ കണ്ടതാണ്. അവരെ ജയിലിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നത് ഇവരെ 3 പേരെയും. ആ കണ്ട ആൾക്കാർക്ക് എങ്ങനെയാണ് ആ ചാനലിനോടൊപ്പം ചേരാൻ കഴിയുക? അപ്പൊ മാധ്യമ പ്രവർത്തനത്തിന്റെ എത്തിക്സ് അല്ല ഇവരുടെയൊന്നും പ്രശ്നം, പണമായിരുന്നു. ടി വി പ്രസാദ് ശരിയാണ്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു. അതിനുശേഷം ഏഷ്യാനെറ്റിൽ അത്ര മോശം പൊസിഷനുള്ള ഒരാളായിരുന്നില്ല. ഏഷ്യാനെറ്റിൽ ശമ്പളം കിട്ടാത്ത അവസ്ഥയില്ല. ഏഷ്യാനെറ്റിൽ ജോലി ചെയ്യുന്ന ഒരാൾക്കും ദാരിദ്ര്യം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്നും ഒരു കള്ളപ്പണക്കാരൻ, ഒരു കച്ചവടക്കാരൻ, ഒരു 10 കോടി രൂപയാണ് പോപ്പുലർ ഫ്രണ്ടിൽ നിന്നും കൈപ്പറ്റിയിട്ടുണ്ട് എന്ന വാർത്ത വരുന്ന ഒരാൾ, അങ്ങനെയുള്ള ഒരാളുടെ സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ ആ ധാർമ്മികത ഈ മാധ്യമപ്രവർത്തകർ പുലർത്തേണ്ടതല്ലേ? ഞാൻ ചോദിക്കുന്നത്, എന്ത് നിലപാടാണ് ഇവർക്കൊക്കെ ഉള്ളത്? പണം കണ്ടാൽ മാറുന്നതിനെയാണോ നിലപാടെന്ന് പറയുന്നത്? ഞാൻ ചോദിക്കുന്നത്, 24-ൽ ജോലി ചെയ്തിരുന്ന, ഏഷ്യാനെറ്റിൽ ജോലി ചെയ്തിരുന്ന, വളരെ മികച്ച മാധ്യമ സ്ഥാപനങ്ങൾ ജോലി ചെയ്തിരുന്ന പലരും അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരൊക്കെ പറയുന്നത് അവരൊക്കെ നിലപാടുകളുടെ ആൾക്കാരാണെന്നാണ്. എന്ത് നിലപാടാണ് ഈ മാധ്യമ പ്രവർത്തകർക്കുള്ളത്? നാഴികയ്ക്ക് 40 വട്ടം പണം കണ്ടാൽ പറയുന്നതിനെ നിലപാടെന്നാണോ പറയുന്നത്? അത് കഴിഞ്ഞ് നിലപാടെന്ന് ചിലപ്പോൾ ചിന്തിക്കുന്നത് എനിക്ക് തോന്നുന്നു ആ ചാനലിൽ ഇരുന്ന് ഓരോരുത്തരും പറയുന്ന വാക്കുകൾ കേട്ടിട്ടാവും. ഈ ചാനൽ ഇവിടെ ക്ലിക്ക് ആവണമെങ്കിൽ
ഈ ചാനലിൽ ഇവിടെ സ്പേസ് ഉണ്ടാകണമെങ്കിൽ സംഘപരിവാർ അടക്കമുള്ളവർ, കാരണം നമുക്കറിയാം ഓൺലൈൻ മാധ്യമങ്ങളടക്കം സംഘപരിവാറിന്റെ വീതിയിലേക്ക് വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ്? പല ഓൺലൈൻ മാധ്യമങ്ങളും നമുക്കറിയാം CPM-കാരായ പലരും കോൺഗ്രസുകാരായ പലരും ഓൺലൈൻ മാധ്യമങ്ങൾ തുടങ്ങുമ്പോൾ സംഘപരിവാറിന് അനുകൂലമായി തുടങ്ങാറുണ്ട്. എന്തുകൊണ്ടാണ്? സംഘപരിവാറുകാരാണ് ഈ ചാനൽ ഇങ്ങനെ ഓൺലൈനും വാർത്തയും ഒക്കെയായി കൂടുതൽ സൈബർ ഇടങ്ങളിൽ കൂടുതൽ പ്രഗത്ഭമായി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ സംഘപരിവാറിന്റെ മേൽമുങ്കി അണിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ സംഘപരിവാറിന് അനുകൂലമായി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. അല്ലാതെ ഇവരാരും യഥാർത്ഥത്തിലുള്ള ആ രാഷ്ട്രീയം മുമ്പോട്ട് വെക്കുന്ന ആളല്ല. ഇവിടെയും സംഭവിച്ചത് എന്താണ്? CPM-ന്റെ കൃത്യമായ ആൾക്കാരെ, കോൺഗ്രസിന്റെ കൃത്യമായ ആൾക്കാരെ, സംഘപരിവാറിന്റെ കൃത്യമായ ആൾക്കാരെ, അത്തരത്തിലുള്ള ആൾക്കാരെ അവിടേക്ക് ആ ചാനലിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി അവർ ഓരോരുത്തരെ കോലം കെട്ടിച്ച്, സംഘപരിവാറുകാർ ഒരാൾ, കോൺഗ്രസുകാർ ഒരാൾ, CPM-കാർ ഒരാൾ, അങ്ങനെ കോലം കെട്ടിച്ച് ജേർണലിസ്റ്റുകളെ അവിടെ എത്തിയിട്ടുണ്ട്. അവർ നടത്തുന്ന ഡിബേറ്റുകളിൽ നിന്ന് ആ പാവം പിടിച്ച സാധാരണക്കാരൻ വിചാരിക്കും ഇതൊക്കെ നിലപാടാണെന്ന്. ഇതൊന്നും നിലപാടല്ലെന്നേ. നിലപാടാണെങ്കിൽ എങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത്? നിലപാടുള്ള ഒരാൾക്ക് ഒരിക്കലും റിപ്പോർട്ടർ പോലുള്ള ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ കഴിയില്ല. ഇപ്പോ എന്റെ ഈ ചാനൽ ചർച്ച കേൾക്കുമ്പോൾ ആരെങ്കിലും പറയുമായിരിക്കും ഞാൻ എന്നെ എടുക്കാത്തതുകൊണ്ടാണെന്ന്. ഞാൻ റിപ്പോർട്ടർ ചാനലിൽ ഒരു ബയോഡേറ്റയും ഞാൻ അയച്ചിട്ടില്ല. നികേഷ് കുമാർ, MV നികേഷ് കുമാർ ഉണ്ടായിരുന്ന കാലത്ത്, റിപ്പോർട്ടറിന്റെ തുടക്കകാലത്ത് ഒരു 3-4 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒരിക്കലും റിപ്പോർട്ടർ ചാനലിലേക്ക് ജോലിക്ക് പോകാനോ ഒരു ബയോഡേറ്റ അയക്കാനോ ഒന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല. കാരണം എനിക്ക് കൃത്യമായി അറിയാമായിരുന്നു ആ സ്ഥാപനത്തിൽ ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ട് എന്ന് എനിക്ക് കൃത്യമായി അറിയാമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ഭേദം കപ്പലിന്റെ കച്ചവടം ചെയ്തല്ലേ? ആത്മാർത്ഥമായി എത്തിക്സ് ഉള്ള ഒരാളായിരുന്നുവെങ്കിൽ, എനിക്ക് പണമാണ് ആവശ്യമെങ്കിൽ, ഇതിലും ഭേദം കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഒരു കപ്പലിന്റെ കച്ചവടം ചെയ്തായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. സ്വന്തം ധാർമ്മികത ഇല്ലാതാക്കിക്കൊണ്ട് പണം കാണുമ്പോൾ കണ്ണ് മഞ്ചളിച്ചു പോകുന്ന ആൾക്കാരിൽ എവിടേക്ക് പോയത്? പിന്നെ ഞാൻ ചോദിക്കട്ടെ, വളരെ മികച്ച മാധ്യമപ്രവർത്തകൻ അരുൺകുമാർ എന്ന് പറയുന്ന നിലപാടിന്റെ രാജകുമാരൻ എന്നൊക്കെ സൈബർ ഇടങ്ങൾ വാഴ്ത്തുന്ന വ്യക്തി മറ്റൊരു ചാനലിൽ പോയി ഇരുന്നു കൊണ്ട് ഈ മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് അതൊരു എന്താണ് ഗ്രാഫിക് വീഡിയോയുടെ ഒക്കെ സഹായത്തോടു കൂടി ഇങ്ങനെയാണ് ഇവർ ഇത് മുറിച്ചു കടത്തിയത്, ഇത്ര ടണ്ണാണ് മുറിച്ചു കടത്തിയത് എന്നൊക്കെ അദ്ദേഹം മുണ്ടൊക്കെ കൊടുത്തുകൊണ്ട് കാട്ടിനുള്ളിൽ പോയി നിൽക്കുന്ന ഒരു ഗ്രാഫിക്സ് വീഡിയോയുടെ സഹായത്തോടു കൂടി ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തിരുന്നു. അതേ അരുൺകുമാർ തന്നെ ഇപ്പോൾ ഈ മുതലാളിമാരെ പോയി വാഴ്ത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മാഡത്തിൽ തുടരാം. ഏതായാലും ഇന്നലത്തെ വാർത്തയിൽ ഏതായാലും അരുൺകുമാർ ഉണ്ടായിരുന്നില്ല. ഇന്നലത്തെ ചർച്ചയിലും അരുൺകുമാർ മുങ്ങി. കാരണം അരുൺകുമാറിന് ഇതിന്റെ വരുവരാഴിയെ കുറിച്ച് അറിയാമായിരിക്കും. ഒരുപക്ഷെ മംഗളം അത്ര സ്ട്രോങ് അല്ലാത്ത കൊണ്ടായിരിക്കാം, പണത്തിന്റെ ബാഹുല്യം മംഗളത്തിന് ഉണ്ടാകാത്തത് കൊണ്ടായിരിക്കാം, മംഗളം ചാനൽ ഇത്ര ഒരു വാർത്ത വന്നപ്പോൾ തന്നെ കൃത്യമായി കേസെടുത്തുകൊണ്ട് അവിടെ വാർത്ത വായിച്ചവരെ ഉൾപ്പെടെ, ആങ്കർമാരെ ഉൾപ്പെടെ ജയിലിലാക്കിയിട്ടുണ്ട്. ഈ മുട്ടിൽ സഹോദരന്മാരെ സംബന്ധിച്ച് ഇവർ ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടാക്കുമെന്നും ആരോപണം ഉന്നയിക്കുമെന്നും അറിയാത്തവരല്ല നമ്മൾ. നമുക്കറിയാം ഈ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് തന്നെ ഈ മുട്ടിൽ സഹോദരന്മാർ ആന്റോ ഒളിവിലിരുന്ന ശേഷം നടത്തിയ ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ വനം വകുപ്പിലെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥനായിരുന്ന, ഈ കേരളത്തിലെ ഏറ്റവും മികച്ച, അതായത് കേരളത്തിലെ വനങ്ങളുടെ പ്രൊട്ടക്ടർ എന്നറിയപ്പെടുന്ന അത്രയും നല്ല ഗുഡ് സർവീസ് ഉള്ള ധനേഷ് എന്ന് പറയുന്ന DFO, സൗത്ത് വയനാട് DFO ആയിരുന്നു തോന്നുന്നു, അദ്ദേഹം 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിച്ചു എന്നാണ് പറഞ്ഞത്. ഹാരിസന്റെ അടക്കമുള്ള എസ്റ്റേറ്റുകൾ, അത്തരത്തിലുള്ള പല കേസുകളും അത് അടക്കം ഇങ്ങോട്ട് പിടിക്കാനുള്ള സഹായം ചെയ്തു കൊടുത്ത അത്തരത്തിലുള്ള പല കേസുകളും ഡീൽ ചെയ്തിട്ടുള്ള ഏറ്റവും പ്രഗത്ഭനായ ഒരു ഓഫീസർ. അയാൾ വിചാരിച്ചിരുന്നെങ്കിൽ അയാൾക്ക് കോടികൾ ഉണ്ടാക്കാമായിരുന്നു. അത്തരത്തിലുള്ള ഒരു ഓഫീസറെ വെച്ചിട്ട് അയാൾ 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി എന്ന് അന്ന് ആരോപണം ഉന്നയിച്ച ആളാണ് ആന്റോ. അപ്പോ ഈ കഥ കേൾക്കുമ്പോ എനിക്കത് വലിയ അത്ഭുതമായി തോന്നില്ല. ബെന്നിയെ കുടുക്കാനുള്ള ശ്രമങ്ങൾ അത് നടത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ആ കാര്യത്തിൽ വളരെ കൃത്യമായ അന്വേഷണം പോകേണ്ടതുണ്ട്. മാധ്യമ പ്രവർത്തനത്തിന്റെ എല്ലാ എത്തിക്സും ഇല്ലാതാക്കിക്കൊണ്ട് തന്നെയാണ് ഇവർ ചാനൽ നടത്തുന്നത്. ഞാൻ ഒരിക്കലും റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ എത്തിക്സ് പ്രതീക്ഷിക്കുന്നുമില്ല. ഞാൻ ഏതാണ്ട് റിപ്പോർട്ടർ ചാനൽ ഇവർ ഏറ്റെടുത്ത് തുടങ്ങി ഈ മാധ്യമ പ്രവർത്തകരെല്ലാം അവിടെ നിന്ന് അവിടേക്ക് പോയപ്പോൾ തന്നെ ആ സമയത്ത് തന്നെ ഒരുപക്ഷെ വ്യക്തിപരമായി എതിർക്കുന്ന ഏക വ്യക്തി ഞാനായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവരെ എല്ലാം തുറന്നു കാണിച്ചുകൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ പലവട്ടം ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പരിശോധിച്ചാൽ അറിയാം. അപ്പോ ഇതൊക്കെ നിലപാടുകളായി വാഴ്ത്തപ്പെടുന്നതാണ് എനിക്ക് അത്ഭുതം. PR കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒന്നല്ല നിലപാട്. പല ആൾക്കാരും ഇത്തരത്തിൽ PR ചെയ്തുകൊണ്ട് നിലപാടുകളുടെ രാജാക്കന്മാരായും രാജ്ഞിമാരുമായും ഒക്കെ വാഴുന്നുണ്ട്. ഇതാണോ നിലപാട്?
പോപ്പുലർ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് 10 കോടി രൂപ വാങ്ങിയെന്ന ആരോപണം നേരിടുന്നുണ്ട് ആ ചാനൽ. അത്തരത്തിലൊരു അന്വേഷണം നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അത്തരം ഒരു ചാനലിലേക്ക് പോകുന്നു. ഒന്നും വേണ്ട, ഇതൊന്നും നമുക്കറിയാത്ത കാര്യമാണെന്നിരിക്കാം. നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ട കാഴ്ചയാണ് ഇവരെ ജയിലിലേക്ക് പിടിച്ചുകൊണ്ടു പോകുന്നത്. ഈ വാർത്ത വായിക്കാത്ത, മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത വായിക്കാത്ത സീനിയർ ആങ്കർമാർ അവിടെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, ഉണ്ടാവാൻ സാധ്യതയില്ല. ജൂനിയർ പിള്ളേരെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ജോലി കിട്ടുക എന്നുള്ളത് ഇപ്പോഴത്തെ ഘട്ടത്തിൽ വളരെ അവർക്ക് അറിയില്ല. അവർക്ക് ഇതിനെക്കുറിച്ചോ അല്ലെങ്കിൽ വരുന്ന ഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് അറിയില്ല. അത്തരത്തിൽ ജൂനിയർ ആൾക്കാരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഈ സീനിയർ ആയിട്ടുള്ള, അതായത് പ്രൊഫഷണൽ, വളരെ കൃത്യമായി തന്നെ പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുള്ള ചില മാധ്യമ പ്രവർത്തകർ, ആ മാധ്യമ പ്രവർത്തകർ കാണിച്ച ഇരട്ടത്താപ്പാണ് ഇതിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അത് കാണിക്കാതെ ഇപ്പോഴും അവർ ഇരുന്നിങ്ങനെ ഇന്നലെയും ബെന്നിയിലേക്ക് എത്തുന്ന രീതിയിലേക്കാണ് പല ചർച്ചകളും പോകുന്നത്. ഇവരെല്ലാം നിലപാടുകളുടെ രാജ്ഞിയായി പറയുന്ന സുജയ് പാർവതി വളരെ കൃത്യമായി തന്നെ ബെന്നിയിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. മുതലാളി അതൊന്നും നോക്കി കയ്യും കെട്ടി നോക്കിയിരിക്കുന്നുണ്ട്. ആ വീഡിയോ ഇന്നലത്തെ ചർച്ചയൊന്നും കാണണം. അപ്പോ 2 ഇൻക്രിമെന്റ് കൂടെ കൂട്ടിക്കിട്ടുമായിരിക്കും. എനിക്ക് തോന്നുന്നു അതായിരിക്കുമെന്ന്. അല്ലെങ്കിൽ ഇങ്ങനെ വാഴ്ത്തിപ്പാടേണ്ട കാര്യമില്ലല്ലോ. ഒരു വാർത്ത കൊടുത്തു, ആ വാർത്ത തെറ്റാണെന്ന് ബോധ്യം വന്നാൽ, ഏതായാലും അരുൺകുമാർ ആ കാര്യത്തിൽ, നിലപാടിന്റെ കാര്യത്തിൽ അരുൺകുമാർ ഇരട്ടത്താപ്പുകാരനാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെയുള്ള ഒരാൾ പോകരുതെന്നേ. കോളേജ് ലെക്ചറായി ജോലി ചെയ്തിരുന്ന ഒരാൾ, അയാൾക്ക് മര്യാദയ്ക്ക് അവിടെ ജോലി ചെയ്യാമായിരുന്ന ഒരാൾ, അയാൾ ജോലി രാജിവെച്ചിട്ട് പോയത് എന്താണ്? പണവും ഫെയിമും ആഗ്രഹിച്ചുകൊണ്ടാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവരെല്ലാം ചെയ്തുകൊണ്ട്. അപകടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ എന്താണ്, ഈ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ മൊത്തം താറടിച്ചു കാണിക്കാൻ, ആഭ്യന്തര വകുപ്പിനോട് എനിക്ക് അത്ര പ്രീതി ഉണ്ടായിട്ടൊന്നുമല്ല, എങ്കിൽ പോലും ഒരു നല്ല ഉദ്യോഗസ്ഥനെ മോശമാക്കി കാണിക്കാൻ വേണ്ടി ഒരു ഗൂഢാലോചന നടത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നാളെ ഈ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് പല കള്ളത്തരങ്ങളും ചെയ്ത പോലീസുകാർക്ക് നേരെ ആരോപണം വരുമ്പോൾ ജനങ്ങൾ സാധാരണമായി ചിന്തിക്കുക, ഇതും ഫേക്കാണ് എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് പോകും. അതിൻ്റെ ഒരു പ്രസക്തി കൂടെ, അതായത് യഥാർത്ഥ കള്ളന്മാർക്കെതിരെ ഉയരുന്ന ആരോപണത്തിൻ്റെ പ്രസക്തി പോലും ഈ റിപ്പോർട്ടർ ചാനൽ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ളതല്ലേ മാഡം ഇവിടെ സംഭവിച്ചത്? എല്ലാ സ്ഥലത്തും സത്യസന്ധമായി ജോലി ചെയ്യുന്നവർക്കും കൃത്യമായ നിലപാടുള്ളവർക്കും എല്ലാ സ്ഥലങ്ങളിലും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അല്ലാത്തവരാണ് സുഖമായി ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. യഥാർത്ഥത്തിൽ നിലപാടുള്ളവർക്കും ഇങ്ങനെയുള്ളവർക്കൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. നമുക്കറിയാം, പോലീസിലും അത് കൂടുതലാവും. കാരണം പോലീസ് നമുക്കറിയാം, ഞാൻ പറഞ്ഞു 2022 നിയമസഭയിൽ അവതരിപ്പിച്ച ഒരു ചോദ്യത്തിന് ഉത്തരമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത് റേപ്പ് കേസുകൾ മാത്രം പോലീസുകാർ ഉൾപ്പെട്ട 251 കേസുകളുണ്ട് എന്നാണ്. ഇത്തരത്തിലുള്ള ആൾക്കാർ ഇല്ല എന്നല്ല, അത്തരത്തിലുള്ള ആൾക്കാരുള്ളപ്പോഴും വളരെ മികച്ച സേവനം കാഴ്ചവെക്കുന്ന പല പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട്. അത്തരത്തിലുള്ള 2 ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ കൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതായത് സുജിത് ദാസിനെ വെച്ച് അവരുടെ താഴെയാണ് ബെന്നി എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അതിനും താഴെയാണ് മറ്റേ CI യുടെ പേര് മറന്നുപോയി, ആ CI എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, വിനോദാണോ എന്ന് സംശയം, വിനോദ് അതെ. അപ്പോ അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് ഇവരെ കൃത്യമായ ഒരു പാറ്റേണിലേക്ക് കൊണ്ടുവന്ന് അത്തരം ഒരു കേസിലേക്ക് നയിക്കാൻ, അല്ലെങ്കിൽ അത്തരം ഒരു കാര്യത്തിലേക്ക് നയിക്കാൻ ഇവർക്ക് സമയം വേണ്ടി വന്നില്ല. ഞാൻ ചോദിക്കട്ടെ, സാധാരണഗതിയിൽ പണ്ട് നികേഷ് കുമാർ ഞങ്ങളൊക്കെ ജോലി ചെയ്യുമ്പോൾ 2 പേരുടെയും ഭാഗം എടുക്കണമെന്ന് വാദിക്കുന്ന ഒരാളായിരുന്നു. അവിടെ പഠിച്ച അവരുടെ നികേഷ് കുമാറിന്റെ ശിഷ്യരായിട്ടുള്ളവരല്ലേ ഇപ്പൊ അവിടെയുള്ളത്? നികേഷ് കുമാറിനൊപ്പം ജോലി ചെയ്തവരല്ലേ ഇപ്പൊ അവിടെ ആ സ്ഥാപനത്തിലുള്ളത്? ആ 2 പേരുടെയും വേർഷൻ എടുക്കാതെ എന്തുകൊണ്ടാണ് ഈ വാർത്ത പബ്ലിഷ് ചെയ്തത്? ഈ വാർത്ത പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. അവർക്ക് ഇഷ്ടമുള്ളവരുടെ വാർത്ത അവർ പബ്ലിഷ് ചെയ്യുന്നില്ല. അതായത് റിമ കല്ലിങ്കലും ആഷിക്കവുമായി ബന്ധപ്പെട്ട വാർത്ത, ആ വാർത്ത അവർ തന്നെ തീരുമാനിച്ചു ഫേക്ക് ആണെന്ന്. അവർ തന്നെ വാർത്ത കൊടുക്കാതിരുന്നു, അവരുടെ ചിത്രം കൊടുത്തില്ല. എങ്ങനെയാണ് 3 പോലീസ് ഓഫീസർമാരുടെ ചിത്രം എടുത്തു വെച്ച് ഒരു ക്രോസ് ചെക്കും ഇല്ലാതെ, ഒന്നുമില്ലാതെ ഒരു ആരോപണം ഒരാൾ ഉന്നയിക്കുമ്പോൾ തന്നെ എടുത്തു കൊടുക്കുക? ആ ആരോപണം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും. അതിൽ അവർ തന്നെ പറയുന്നുണ്ട്, ഞാൻ വഴങ്ങിക്കൊടുത്തു. അവർ തന്നെ പറയുന്നതിൽ വലിയ വ്യത്യാസമുണ്ട്. അവരുടെ കൂട്ടുകാരി പറയുന്നു ഒരു വസ്തു സംബന്ധമായ തർക്കത്തിലാണ് പോയതെന്ന്. അവരുടെ കൂട്ടുകാരി പറയുന്നുണ്ട്, അവർ പറയുന്നുണ്ട് വസ്തു സംബന്ധമായ തർക്കത്തിലാണ് പോയതെന്ന്. അവരുടെ കൂട്ടുകാരി പറയുന്നു ഇവർക്ക് വീടുമില്ല സ്ഥലവും ഇല്ല. ഇതൊക്കെ തന്നെ സംശയം ജനിപ്പിക്കുന്നതല്ലേ? അത്തരത്തിൽ, അത് മാത്രമല്ല അൻവറിനെ കണ്ട കഥ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ സാധാരണക്കാരന് സംശയം ഉണ്ടാവുക സ്വാഭാവികമാണ്. നമുക്കറിയാം, ആദ്യ മിനിറ്റിൽ നമ്മൾ പോലും പേടിച്ചുപോയി. നമ്മൾ അത്തരത്തിലൊരു ചർച്ച പോലും നടത്തിയിരുന്നു. കാരണം ആദ്യം ഇത് കേൾക്കുമ്പോൾ വലിയ പേടിയാണ്. കാരണം സ്ത്രീകൾക്ക് നടക്കാൻ പറ്റാത്ത സാഹചര്യം, അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ സംവിധാനം മൊത്തം തകരുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നമാണ്. അത്തരത്തിലൊരു സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിനെ, പോലീസിന്റെ മുറയിൽ തകർക്കാൻ, ആഭ്യന്തര വകുപ്പിനെ ഇകഴ്ത്തി കാണിക്കാൻ ആ ചാനൽ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും ആ ചാനൽ മുതലാളിമാരും ചാനലിന്റെ ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരും ജയിലിലേക്ക് പോകേണ്ടവർ തന്നെയാണ്. മംഗളം ചാനലിനോട് കാണിച്ചത് കണ്ടതാണല്ലോ. മംഗളം ചാനലിൽ വാർത്ത വന്നു, അവരെ എല്ലാം ജയിലിലേക്ക് പിടിച്ചിട്ടു. എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇപ്പൊ പോലീസ് അനങ്ങാത്തത്? എന്താണ് ആ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാത്തത്? ഒരു പക്ഷേ റിപ്പോർട്ടർ ചാനലിനെ തൊടാൻ കഴിയില്ല. തൊട്ടാൽ അൻവർ പ്രശ്നമുണ്ടാക്കും. കാരണം ഈ വാർത്തയിൽ അൻവറും ഒരു പാർട്ടാണ് എന്ന സംശയം പോലും ഉണ്ടാകുന്നുണ്ട്.
അത് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മിണ്ടാതിരിക്കുന്നതിന്റെ കാരണമെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ കേസെടുക്കേണ്ട സമയം കഴിഞ്ഞില്ലേ? ഇവർ 3 പോലീസ് ഓഫീസർ കാര്യത്തിലേക്ക് കൊണ്ടുവന്നതാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലേ മാഡം? തീർച്ചയായും ഒരുപക്ഷെ വിവരം അറിഞ്ഞുകൊണ്ട് ഈ കേസുണ്ടെന്നൊക്കെ പോലീസുകാർക്ക്, മുട്ടിൽ മരമുറിക്കാർക്ക് എന്തായാലും ഈ വിഷയങ്ങളൊക്കെ അറിയാമായിരിക്കും. അവർ ഇന്നലെ ഒരു ഓൺലൈൻ പറയുന്നത് കേട്ടു, ഇവരൊക്കെ അവിടേക്ക് ചെല്ലുമ്പോ, അതായത് ഈ ചാനലിലേക്ക് ചെല്ലുമ്പോ കൊടുത്തിരുന്ന വാക്ക് ഈ കേസുകളെല്ലാം തീരുമെന്നായിരുന്നു. കേസുകൾ എങ്ങനെ തീരും? നമ്മൾ കണ്ടതല്ലേ. ഈ കേസുമായി ബന്ധപ്പെട്ട നമ്മുടെ മുന്നിലൂടെയല്ലേ. അത് മാത്രമല്ല, അത് പോട്ടെ, ആ കേസിന്റെ കാര്യം പോട്ടെ, മുട്ടിൽ മരമുറിയിൽ ഇവർ രക്ഷപ്പെടും. അതിനു മുമ്പ് മാംഗോ തട്ടിപ്പിൽ ഇവർ പ്രതികളല്ലേ. ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ അവിടെ പോയിട്ട് ഇനി അതിന് പറയാനൊന്നുമില്ല. അവരെയൊക്കെ നിലപാടുകളുടെ രാജാക്കന്മാരും ഒക്കെ കാണുന്നവരാണ് പ്രശ്നം. അതിനുശേഷവും വന്നില്ലേ? അതിനുശേഷം പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഷെയർ പാറ്റേണുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് ED ചോദ്യം ചെയ്ത അവസ്ഥയിലേക്ക് എത്തിയില്ലേ? എന്തുകൊണ്ടാണ്? എന്നിട്ടും എന്താണ് അവിടുത്തെ നിലപാടുകളുടെ രാജാക്കന്മാരും രാജ്ഞിമാരും അവിടെ വിട്ടിറങ്ങാഞ്ഞത്? അപ്പോ അതൊന്നും ഒരു പ്രശ്നമല്ല. ഇവിടെ മാധ്യമ പ്രവർത്തനത്തിന്റെ എത്തിക്സ് ഇല്ലാതെ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകരാണ് അവരോടൊപ്പം ചേർന്നിട്ടുള്ളത്. അവരുടെ ലക്ഷ്യം പണം മാത്രമാണ്. എത്തിക്സ് ഒക്കെ പറയാൻ മാത്രമുള്ളതല്ല, ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കൂടിയുള്ളതാണ്. ഒരു കാര്യത്തിലൂടെ പറയുകയും മറ്റൊരു കാര്യത്തിലൂടെ ചെയ്യുകയും ചെയ്യുന്നതിനെ അല്ല എത്തിക്സ് എന്നും അത്തരത്തിൽ നിലപാടെന്നും പറയേണ്ടത്. എന്തുകൊണ്ടാണ് എനിക്ക് ഈ ജോലി വേണ്ട എന്ന് തീരുമാനിക്കാൻ, അല്ലെങ്കിൽ ആ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനം മതി എന്ന് എന്താണ് ഇവർക്ക് തീരുമാനിക്കാതിരുന്നത്? ഇപ്പൊ ഉണ്ണി ബാലകൃഷ്ണന്റെ കാര്യം അറിയാം. ഉണ്ണിച്ചേട്ടൻ ജോലി പോയി മാതൃഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമായിരുന്നു. പിന്നീട് ഒരു ഓൺലൈനിൽ പോയി, ആ ഓൺലൈനും ക്ലച്ച് പിടിച്ചില്ല. പക്ഷെ എങ്കിൽ പോലും ഉണ്ണി ബാലകൃഷ്ണനെ പോലെ ഒരു മാധ്യമ പ്രവർത്തകന് വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ കുറച്ച് ശമ്പളം കുറവാണെങ്കിലും ജോലി ചെയ്യാമായിരുന്നു. ഒരു ശമ്പളം കുറവാണെങ്കിലും ഒരു ജോലി ചെയ്യാൻ മറ്റൊരു സ്ഥാപനത്തിലേക്ക് ഇത്തരം ഒരു കൊള്ളക്കാരന്റെ കൂടെ കൂടുമ്പോ എന്ത് ധാർമ്മികതയാണ് മാധ്യമ പ്രവർത്തനവും പഠിച്ചതും ഇത്രയും കാലം ചെയ്തതിലും ഒക്കെ എന്ത് ധാർമ്മികതയാണ് അവകാശപ്പെടാനുള്ളത്? ഇപ്പൊ പ്രസാദിനെ പോലെ ഒരാൾക്ക് ഒരിക്കലും പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. പ്രസാദ് വളരെ സേഫ് ആയ ഒരു പൊസിഷൻ ഏഷ്യാനെറ്റിൽ നിന്നൊരാളാണ്. ആ പ്രസാദ് എന്തിനാണ്? യഥാർത്ഥ സത്യത്തിൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയ ഒരു കാര്യമാണ്. പ്രസാദിനെ എനിക്ക് നേരിട്ട് പരിചയമില്ല കേട്ടോ. എനിക്ക് പ്രസാദിനെ പരിചയമില്ല. പ്രസാദ് ആലപ്പുഴയിലായിരുന്നു, അതിനുശേഷം തിരുവനന്തപുരത്തേക്കോ എനിക്ക് നേരിട്ട് പരിചയമില്ലാത്ത ഒരാളാണ് പ്രസാദ്. പക്ഷെ എങ്കിൽ പോലും പ്രസാദിന്റെ വാർത്തകൾ കാണുന്ന ഒരാളെന്ന രീതിയിൽ പ്രസാദ് കണ്ടിട്ടുണ്ട്, വല്ലപ്പോഴും ചിരിക്കുന്നുണ്ട്. നേരിട്ട് വലിയ കോണ്ടാക്ട് ഇല്ലാത്ത ആളാണ്. പരിചയം എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് ഇല്ല എന്നാണ്. പക്ഷെ എങ്കിൽ പോലും എനിക്ക് വലിയ സങ്കടമുണ്ടാക്കിയ ഒരു കാര്യമാണ് പ്രസാദിന്റെ അവിടേക്കുള്ള പോക്ക്. ഒരുപക്ഷെ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടോ ഒക്കെ ആയിരിക്കാം. എങ്കിൽ പോലും ആ ബുദ്ധിമുട്ടുകളെ നമ്മൾ ഓവർകം ചെയ്യണ്ടേ? സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ കൊള്ളക്കാരോടൊപ്പം ചേരണോ? തീവ്രവാദിയോടൊപ്പം ചേരണോ? സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും ഒരിക്കലും, ഞാൻ 1100 രൂപ ശമ്പളത്തിനാണ് ജന്മഭൂമി ദിനപത്രത്തിൽ ആദ്യം ജോലിക്ക് കയറുന്നത്. ഒരിക്കലും പണം ആഗ്രഹിച്ച് ചെയ്തൊരു പണിയല്ല എന്റെ ഇത്. ഞാൻ ഒരിക്കലും പണം ആഗ്രഹിച്ചിട്ടില്ല. പണം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ജോലിയല്ല. ഈ മാധ്യമ പ്രവർത്തനത്തിൽ നമുക്കറിയാം സ്ഥാപനങ്ങളിൽ, അത് കഴിഞ്ഞ് റിപ്പോർട്ടർ ചാനലിലേക്ക് പോയി, ന്യൂസ് 18 പോയി. ന്യൂസ് 18 നിന്നാണ് മാന്യമായ വേതനം കിട്ടി തുടങ്ങിയത്. അപ്പോൾ പോലും മറ്റൊരിടത്തേക്ക് പോകണമെന്നോ കാട്ടുകള്ളന്മാരോടൊപ്പം ചേരണമെന്നോ മറ്റേതെങ്കിലും പ്രവൃത്തി ചെയ്യണമെന്നോ ഒന്നും തോന്നിയിട്ടില്ല. ഒരു പല ഘട്ടങ്ങളിലും പല ഇൻഷുറൻസ് ഏജന്റുമാരും ഒക്കെ എന്നെ കോൺടാക്ട് ചെയ്ത പൈസ നിങ്ങൾക്ക് സാലറി കുറവല്ലേ, നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും അതിന് വഴിപ്പെട്ടിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ. ഞാൻ പറഞ്ഞത് ശരിയല്ല. ഒരു മാധ്യമ പ്രവർത്തക അത്തരത്തിൽ പ്രവർത്തിക്കുന്നത് ശരിയല്ല എന്ന നിലപാടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഞാനില്ല. ഉള്ള കാശും കൊണ്ട് ജീവിക്കാം എന്ന് തീരുമാനിച്ച ആളാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്കിത് കൃത്യമായി പറയാൻ കഴിയുന്നത്. ഈ പണം ഉണ്ടാക്കാനുള്ള മാർഗമല്ല മാധ്യമ പ്രവർത്തനം എന്ന് മാധ്യമ പ്രവർത്തകർ തിരിച്ചറിയണം. ഓഫ്കോഴ്സ് ശരിയാണ്, ജീവിക്കണ്ട എന്നല്ല, അതിനൊരു മാർഗം കണ്ടെത്തണം. പക്ഷേ വലിയ സൗകര്യങ്ങളും വലിയ കാശും ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായി മാധ്യമ പ്രവർത്തനത്തെ കാണുന്നവർ ഈ രംഗത്തേക്ക് എത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുന്നത്. ഇന്നലെ റിപ്പോർട്ടർ ചാനലിനെതിരെ ഞാൻ പറഞ്ഞു, റിപ്പോർട്ടർ ചാനലിനെതിരെ പറയാന്ന് വെച്ചാൽ ഒരു ബിസിനസ്സുകാർ തുടങ്ങുന്ന ചാനൽ, രാഷ്ട്രീയക്കാർ തുടങ്ങുന്ന ചാനൽ പോലെയല്ല. അപ്പോ ഒരാൾ വന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഈ അംബാനിയും അദാനിയും ഒക്കെ ചാനലിന്റെ ഓണർമാരാണല്ലോ എന്ന്. അംബാനിയും അദാനിയും ഒക്കെ കള്ളക്കടത്ത് നടത്തിയും അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും നടത്തിയാണോ? അവർ ഫെയർ ബിസിനസ് നടത്തിയല്ലേ? അതിലെന്തെങ്കിലും തരത്തിലുള്ള അങ്ങോട്ടോ അഡ്ജസ്റ്റ്മെന്റ് നടത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളല്ലേ അവർക്കെതിരെ ഉണ്ടായിട്ടുള്ളൂ? ഇത്തരത്തിൽ കാടിനെ മുടിക്കുകയും അല്ലെങ്കിൽ മാംഗോ ഫോൺ എന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തുകയും ചെയ്യുകയായിരുന്നു അംബാനിയും അദാനിയും ഒക്കെ. മാത്രമല്ല, നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും മുതലാളിമാർ വന്നിരുന്ന് ഒരു ഉളുപ്പുമില്ലാതെ, ഇത്രയും കേസിൽ പ്രതിയായ ഒരാൾ ഒരു ഉളുപ്പുമില്ലാതെ മാധ്യമപ്രവർത്തനത്തിന്റെ ധാർമ്മികതയെ പറ്റി, അത് കേട്ടോണ്ടിരിക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് ആദ്യം അടി കൊടുക്കേണ്ടത്. എന്ത് മാധ്യമ ധാർമ്മികതയെ പറ്റി അയാൾ പറയുന്നത്? മാധ്യമപ്രവർത്തനം എന്താണെന്ന് അയാൾക്ക് അറിയാമോ? വന്നിരുന്ന് യാതൊരു ലോകത്താദ്യമായിരിക്കും അംബാനി അദാനിയും ഒക്കെ വന്നിരുന്നാലോ? അംബാനി അദാനിയും വരാറുണ്ടോ ചാനൽ ചർച്ചയിൽ? അപ്പോ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, മുതലാളിയെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണിത്. മുതലാളിക്ക് കേന്ദ്രത്തിൽ നിന്നും കേരളത്തിൽ നിന്നും പ്രശ്നമുണ്ടായാൽ പിടിച്ചു നിൽക്കാനുള്ള ശ്രമമാണ് ഈ ചാനൽ കാണിക്കുന്നത്. ഈ തന്ത്രത്തിൽ വീണുപോയത് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളാണ്. 1ാം സ്ഥാനത്തേക്കും 2ാം സ്ഥാനത്തേക്കും എത്തിച്ചു. പിന്നെ ഇക്ലിപ്പെടുത്തുന്ന കഥകൾ ഒരുപാടുണ്ട്. പലപ്പോഴും വരുന്ന കഥകൾ അത്തരത്തിലുള്ളതായതുകൊണ്ട് ഇത് കേൾക്കാൻ ആൾക്കാർക്ക് വലിയ താല്പര്യമാണ്. അതുകൊണ്ട് അവർ കണ്ടുകൊണ്ടിരിക്കും. അല്ലാതെ മാധ്യമ നൈതികതയോ മാധ്യമ ധാർമ്മികതയോ ഒരു കാലത്ത് പുലർത്താൻ കഴിയില്ലാത്തൊരു ചാനലാണ് റിപ്പോർട്ടർ.
എന്തൊക്കെ ചെയ്താലും, എന്തൊക്കെ വലിയ വായിൽ വർത്തമാനം പറഞ്ഞാലും ഒരു കാലത്തും അവർക്ക് അതിന് കഴിയില്ല എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. തീർച്ചയായും മാഡം. അതായത് നിലപാടിന്റെ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചാനലുകളിൽ വന്നിരുന്ന് പ്രസംഗിക്കുന്ന ആളുകൾ ഇപ്പോൾ മാഡം പറഞ്ഞതുപോലെ പണത്തിനു വേണ്ടി മാത്രം തങ്ങളുടെ നിലപാടുകളെയൊക്കെ അടിയറവ് വെച്ചുകൊണ്ട് മാധ്യമ മുതലാളിമാരുടെ എന്ത് തെമ്മാടിത്തരത്തിനും കൂട്ടുനിൽക്കുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം വൃത്തികേടുകൾ തന്നെയാണ് മാഡത്തിന്റെ ഈ ചർച്ചയിലൂടെ തുറന്നു കാട്ടപ്പെട്ടതും. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.